ഹലോ ചങ്ങായിമാരെ, ഞാൻ നമ്മുടെ സൗദീൻ്റെ ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ പേരാണ് മഹമൂസ് ഗുദൈഫി. അതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും കാര്യമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്കിത് ഉണ്ടാക്കുന്ന രൂപം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് 3 ഉള്ളിയാണ്. 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഡാർക്ക് കളറായി വരുന്ന ഇളക്കി കൊടുക്കണേ. അതേപോലെ ഇളക്കിയിട്ട് ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ആക്കിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. ഞാനിതിലേക്ക് വലുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഴുകി വെച്ചത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ചിക്കനും ഇതേപോലെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാ മസാല ഇതിൽ പിടിപ്പിക്കണം കേട്ടോ. എല്ലാ മസാല ഇതേപോലെ ഇളക്കിയിട്ട് ഈ ഒരു രൂപത്തിലാക്കിയെടുക്കണേ. ഇങ്ങനെ ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഗ്രാമ്പു, പട്ട, ഏലം എല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പൊടികളും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമ്മൾ 3 ഗാർലിക്, ഡ്രൈ ലെമൺ, 2 മാഗി ക്യൂബ് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. എല്ലാം അടച്ചു വെച്ച് വേവിച്ച് പിന്നെ അതിൽ നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റണം. ഈ ചിക്കൻ നമ്മൾ വേറൊരു പാത്രത്തേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാ ചിക്കനും ഇതിന് എടുത്ത് മാറ്റണം. ഇതേപോലെ എല്ലാ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ അതിൽ റൈസ് വേവിക്കാൻ പോവാണ്. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. എല്ലാം അടച്ചു വെച്ച് വേവിച്ച് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുന്നേ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഓവനില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഓവനിലാണ് ചെയ്യാറ്. നമ്മുടെ അടുത്ത് ഓവനില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളവിടെ ചോറ് റെഡി ആവുന്നുണ്ട്. ചോറിൽ കുറച്ചും കൂടെ വെള്ളം വറ്റാണ്ട്. അപ്പോൾ എല്ലാം വെള്ളം വറ്റി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പി നോക്കാം. എന്താ അവസ്ഥ എന്ന് നോക്കണ്ടേ, കഴിക്കണമല്ലോ. അപ്പോൾ കഴിച്ചു നോക്കി, സാധനം അടിപൊളിയാണ്. ഈ ഗാർലിക്ക് ചേർത്ത്